ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മറിയപ്പാസ് ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ വളരെ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചീസ് ക്രീം കേക്കാണ് മറിയപ്പാസ് ചീസ് ക്രീം കേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചീസ് ലവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറിയപ്പാസ് ചീസ് ക്രീം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കാണാം. ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 120 ഗ്രാം അളവിൽ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/8 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും 120 ഗ്രാം അളവിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും 2 ടേബിൾ സ്പൂൺ മിൽക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്ത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ബേക്ക് ചെയ്ത കേക്ക് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ട നമുക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മിൽക്ക് സിറപ്പ് അതിനായി 1/4 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡും വാനില എസൻസ് 1/2 ടീസ്പൂണും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും. കേക്ക് ക്രീം ചീസ് വെച്ച് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ക്രീം ചീസ് 75 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വേണം നമ്മുടെ ചീസ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ശേഷം വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. 2 ലെയറായിട്ട് കട്ട് ചെയ്ത കേക്കിൻ്റെ ആദ്യത്തെ ലെയറിലേക്ക് മിൽക്ക് സിറപ്പും കൊണ്ട് നല്ലതുപോലെ വെറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേക്ക്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും ചെയ്ത് രണ്ടാമത്തെ കേക്കിൻ്റെ ലെയറും വെച്ച് ടോപ്പിൽ മുഴുവനായിട്ട് നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. യെല്ലോയോ വൈറ്റോ ചേർക്കാവുന്നതാണ്. എനിക്കിവിടെ യെല്ലോ ആണ് കിട്ടിയത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ മാറ്റി. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന മറിയപ്പാസ് ചീസ് ക്രീം റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.